നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ്. സംഖ്യകൾ കൂട്ടുകാർ എന്ന് പറയുന്ന പാഠത്തിൽ ആദ്യ ഭാഗം തന്നെ കുറെ നമ്പേഴ്സ് എഴുതാനായിട്ടാണ്. 1 മുതൽ 100 വരെ നമ്പേഴ്സ് എഴുതുമ്പോൾ അതിലുള്ള പാറ്റേൺസ് കണ്ടെത്താനായിട്ട് ഈ ആക്ടിവിറ്റി നമുക്ക് പ്രയോജനപ്പെടുത്താം. പിന്നെ ഇരട്ടസംഖ്യകൾ, ഒറ്റസംഖ്യകൾ, ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1, 3, 5, 7, 9 ലാസ്റ്റ് നമ്പേഴ്സ് ഇതായിരിക്കും എൻഡ് ചെയ്യുന്നത്. അപ്പോൾ വേഗം തന്നെ നമ്മൾക്ക് ഒറ്റസംഖ്യകളെ കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഇരട്ടസംഖ്യകൾ വരുമ്പോൾ 2, 4, 6, 8, 0 ഇതിലായിരിക്കും എൻ്റർ ചെയ്യുക. അപ്പോൾ ആ സംഖ്യകൾ വെച്ചിട്ട് നമുക്ക് ഇരട്ടസംഖ്യകളെയും കണ്ടെത്താൻ പറ്റും. സംഖ്യകളുടെ പ്രത്യേകതകൾ തിരിച്ചറിയാനായിട്ട് നമുക്ക് ഒറ്റസംഖ്യ ഇരട്ടസംഖ്യയും കണ്ടെത്താനുള്ള പ്രവർത്തനം ഈ സമയത്ത് കൊടുക്കാം. പേജ് നമ്പർ 18. മിനിഹയുടെ കയ്യിൽ 100 രൂപയുണ്ട്. അപ്പോൾ അവൾ ഷോപ്പിൽ നിന്നും എന്തൊക്കെ വാങ്ങി കാണും എന്നുള്ളതാണ് അടുത്ത ആക്ടിവിറ്റി. 100 രൂപയാവാൻ പല സാധ്യതകളുണ്ട്. ഒരു മാർക്കർ പേന പാക്കറ്റ് 75, ക്രയോൺസ് 25, അങ്ങനെ 100 ആക്കാം. നോട്ട്ബുക്ക്, സ്കെച്ച് പെൻ പാക്കറ്റ് 40. അപ്പോൾ 60 + 40 100. ഇത് കൂട്ടിയെല്ലാം മനക്കണക്കായിട്ടാണ് ഈ ഘട്ടത്തിൽ കണ്ടെത്തേണ്ടത്. അതുപോലെ 5 പേന, ഒരു പേനയ്ക്ക് 20 രൂപയാണ്. അപ്പോൾ 5 എണ്ണം വാങ്ങുമ്പോൾ 100. പിന്നെ ഒരു മാർക്കർ പെൻ പാക്കറ്റ്, പേന, സ്കെയില്, അപ്പോഴും 100 ആവും. അങ്ങനെ പല സാധ്യതകൾ നമ്മൾക്ക് കണ്ടെത്താം. പേജ് നമ്പർ 19. പെൻസിൽ കമ്പനി എന്നുള്ള ആക്ടിവിറ്റിയാണ്. നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ എ പാക്കറ്റ്. ഒരു പാക്കറ്റിലുള്ള പെൻസിലുകളുടെ എണ്ണം 10. ഒരു പെട്ടിയിലുള്ള പാക്കറ്റുകളുടെ എണ്ണം 10. അപ്പോൾ ഒരു പെട്ടിയിലുള്ള ആകെ പെൻസിലുകളുടെ എണ്ണം 100 വരും. അതിനുശേഷം താഴെ തന്നിരിക്കുന്ന ബോക്സിൽ എത്ര ഉണ്ടാവുമെന്ന് കണ്ടെത്താനാണ്. അപ്പോൾ യഥാക്രമം 100, 200, 500, 400, 600, 300, 800, 700, 900. 10 പെട്ടിയിലാവുമ്പോൾ എത്ര പെൻസിൽ ഉണ്ടാവും? 1000. പേജ് നമ്പർ 20. മേന്മ സ്റ്റോർ. ആകെ 1000 പെൻസിൽസ് ഉണ്ട്. അതിനെ തുല്യമായ 2 ബാഗുകൾ നിറച്ചാൽ ഒരു ബാഗിൽ എത്ര പെൻസിൽ വെച്ച് വരും എന്നാണ്. 500, 500, 1000. ഏതൊക്കെ 100ന്റെ കൂട്ടങ്ങൾ പ്ലസ് ചെയ്താൽ 1000 കിട്ടും എന്നറിയുന്നതിന് മുമ്പായിട്ട് 10ന്റെയും 100ന്റെയും കണ്ടെത്താം. അപ്പോൾ കുട്ടികൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ 10ന്റെ ആകുമ്പോൾ 1 + 9, 9 + 1, 2 + 8, 8 + 2, 3 + 7, 7 + 3, 4 + 6, 6 + 4, 5 + 5. അപ്പോൾ 100ന്റെ വരുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 0 ആഡ് ചെയ്യുക. 1000 വരുമ്പോൾ ഈ നമ്പേഴ്സിൻ്റെ കൂടെ 2 0 ആഡ് ചെയ്യുക. അപ്പോൾ എളുപ്പത്തിൽ ഈ ആക്ടിവിറ്റി പിള്ളേർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 10 കിട്ടുന്നത്, 100 കിട്ടുന്നത്, 1000 കിട്ടുന്നത്, ഇത് കണക്റ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് വേഗത്തിൽ അവർക്ക് ക്യാച്ച് ആവും. അതുപോലെ തന്നെയാണ് ബാക്കി ആക്ടിവിറ്റീസും. 800. അപ്പോൾ 8ന്റെ ചെയ്യുക, 80ന്റെ ചെയ്യുക, 800-ലെത്തുക. പിന്നീട് ടെക്സ്റ്റ് തന്നിരിക്കുന്ന 700, 900, 600. അപ്പോൾ 700 ചെയ്യുമ്പോൾ 7, അതിനുശേഷം 70 കിട്ടുന്നത്, അത് കഴിഞ്ഞിട്ട് 700-ലെത്താം. അതുപോലെ 900 എത്തുമ്പോൾ 9, 90, 900. 600 എത്തുമ്പോൾ 6, 60, 600. അപ്പോൾ എളുപ്പത്തിൽ അവർക്ക് ക്യാച്ച് ആവും. പിന്നീട് ഈക്വൽ സ്പ്ലിറ്റ്, അതായത് തുല്യമായ കൂട്ടം. 100 പ്ലസ് ചെയ്താൽ 200. അതുപോലെ 300ന്റെ പകുതി 150, 400ന്റെ പകുതി 200, 500ന്റെ പകുതി 250. അപ്പോൾ ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ 50ന്റെ പകുതി എത്ര, അല്ലെങ്കിൽ 2ന്റെ പകുതി എത്ര, 4ന്റെ പകുതി, അങ്ങനെ ചെറിയ ചെയ്തിട്ട് നമ്പേഴ്സിനെ ചെയ്തിട്ട് വലുതിലെത്തുന്നതായിരിക്കും നല്ലത്. ടോട്ടൽ 870 പെൻസിൽസ് ഉണ്ടായിരുന്നു. അതിനെ 100ന്റെയും 10ന്റെയും പാക്കറ്റിലാക്കി. 7 100ന്റെ പാക്കറ്റിലാക്കിയപ്പോൾ 700 എണ്ണം അതിൽ ഫില്ലായി. 8 10ന്റെ പാക്കറ്റിലാക്കിയപ്പോൾ 80 എണ്ണം അതിൽ ഫില്ലായി. അപ്പോൾ ആകെ 780 എണ്ണം പാക്ക് ചെയ്തു. ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട് പാക്ക് ചെയ്യാൻ? അപ്പോൾ 870 നിന്ന് 780 മൈനസ് ചെയ്യാണ്. അപ്പോൾ ഡയറക്റ്റ് ഇവിടെ നമ്മൾ മൈനസ് ചെയ്യുന്നില്ല, മനസ്സിലാണ് ചെയ്യുക. അപ്പോൾ 780ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 880 കിട്ടും നോക്കുമ്പോൾ 100 എന്ന് കുട്ടികൾക്കറിയാം. അതിൽ നിന്നും 10 കുറച്ചിട്ട് അങ്ങനെ 90 കണ്ടെത്തുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. മുത്തശ്ശിക്ക് പെൻഷൻ വന്നപ്പോൾ പാൽക്കാരന് 200 കൊടുക്കണം. പലചരക്ക് കടയിൽ 500, മിനിഹയ്ക്ക് 100. അപ്പോൾ ടോട്ടൽ 800 വരും. മുത്തശ്ശി തന്ന 100 രൂപ കുടുക്കയിലിടാം. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ 100 രൂപ ഇട്ടു. അപ്പോൾ സെക്കൻഡ് ഡേയിൽ 101, ഫിഫ്ത്ത് ഡേയിൽ, അപ്പോൾ സെക്കൻഡ് ഡേയിൽ 101, തേർഡ് ഡേയിൽ 102, ഫോർത്ത് ഡേയിൽ 103, ഫിഫ്ത്ത് ഡേയിൽ 104, സിക്സ്ത് ഡേ വരുമ്പോൾ 105. അപ്പോൾ ഏതാണോ ഡേ അതിൽ നിന്നും 1 മൈനസ് ചെയ്തിട്ടായിരിക്കും തുകയുടെ എണ്ണം വരിക. ഹെൽത്ത് സർവേ എന്നുള്ള ആക്ടിവിറ്റിയിൽ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ 295 തൊട്ട് 311 വരെ ലഭിക്കും. അപ്പോൾ ഈ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ 1 മുതൽ 1000 വരെ പെട്ടെന്ന് എഴുതിക്കാതെ പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ യൂണിറ്റിലൂടെ 1000 വരെ എത്തുന്നത്. അപ്പോൾ ഇവിടെ 200 തൊട്ട് 400 വരെ, അല്ലെങ്കിൽ 350 വരെയൊക്കെ എഴുതിക്കാം. കാരണം 295 തൊട്ട് 311 വരെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് 1000 വരെ നമ്മൾ എത്തുന്നത്. പേജ് നമ്പർ 24-ലാണ് പ്രൈസ് ഓഫ് പെൻസിൽസ്, പെൻസിലിൻ്റെ വില എന്നുള്ള ആക്ടിവിറ്റി വരുന്നത്. 300 രൂപ
ഏതൊക്കെ രീതിയിൽ നോട്ടുകളാക്കി നൽകിയെന്നുള്ളതാണ്. 200 രൂപ നോട്ട് 100 രൂപ നോട്ട് ഓരോ പ്രാവശ്യം കൊടുത്താൽ 300 ആകും. 200 ഒരു പ്രാവശ്യം 50ന്റെ 2 നോട്ട് എടുത്താലും 300 ആവും. അങ്ങനെ പല രീതിയിൽ 300 ആക്കാനുള്ള ആക്ടിവിറ്റിയാണിത്. ഇനി ഇതിൽ ഓരോ നോട്ടും എടുത്താൽ എത്ര രൂപയാകും? അപ്പോൾ 888 ആണ് അവിടെ വരിക. 8 നൂറുകൾ അപ്പോൾ 800, 8 പത്തുകൾ 80, 80, 8 ഒന്നുകൾ 8. അപ്പോൾ 888 രൂപയാണ്. അത് അബാക്കസിൽ ഡിസ്പ്ലേ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. പിന്നീട് 263 രൂപ, 301, 764 അവയെ അബാക്കസിൽ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ചെക്ക് എഴുതാനായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഇവിടെയാണ് സംഖ്യകളെ അക്കത്തിലും അക്ഷരത്തിലും നമ്മൾ എഴുതിക്കുന്നത്. അതിന് കൂടുതലായിട്ട് ചെക്കിൻ്റെ മോഡൽ കാണിക്കണം. അത് 125, 405, 890, 342, 617, 550, 261. അപ്പോൾ ഇവിടെ 342 FOURTY അല്ല, FORTY ആണ് 40. 800 രൂപ അടയ്ക്കാൻ 6 നോട്ടുകളായിട്ട് നൽകിയെങ്കിൽ ഏതൊക്കെ നോട്ടുകൾ എത്ര എണ്ണമായിരിക്കും നൽകിയെന്നുള്ളതാണ്. 200ന്റെ 3 നോട്ട് അപ്പോൾ 600 ആയി. 100ന്റെ 1 നോട്ട്, 50ന്റെ 2 നോട്ട്. അക്കങ്ങളുടെ തുക 10 വരുന്ന എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടെന്നുള്ളതാണ്. 54 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം 100നും 200നും ഇടയിൽ എത്ര അക്കങ്ങൾ ടോട്ടൽ ചെയ്താൽ 10 വരും. പിന്നീട് 200നും 300നും ഇടയിൽ, 300നും 400നും ഇടയിൽ, 400നും 500നും ഇടയിൽ, അങ്ങനെ കണ്ടെത്തുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ടോട്ടൽ 54 നമ്പേഴ്സ് വരും. ഇവിടെ തന്നിട്ടുണ്ട് എങ്ങനെയാണ് ആ നമ്പേഴ്സ് വരുന്നു എന്നുള്ളത്. 100നും 200നും ഇടയിൽ ടോട്ടൽ 10 കിട്ടുന്ന 10 നമ്പേഴ്സ് ഉണ്ട്. പിന്നീട് 200ഉം 300ഉം എത്തുമ്പോൾ 9 നമ്പേഴ്സ് ആകും. 300നും 400നും ഇടയിൽ 8 നമ്പേഴ്സ്, 400നും 500നും ഇടയിൽ 7 നമ്പേഴ്സ്. അങ്ങനെ 10 മുതൽ 10 പ്ലസ് 9 പ്ലസ് 8 പ്ലസ് 7 പ്ലസ് 6 പ്ലസ് 5 പ്ലസ് 4 പ്ലസ് 2 അങ്ങനെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 54 കിട്ടും. ഫുൾ എഴുതി നോക്കുക അത്. നൂറ് രൂപ, 10 രൂപ, 1 രൂപ നാണയങ്ങൾ ചേർത്തിട്ട് ഏറ്റവും കുറഞ്ഞത് എത്ര എണ്ണം എടുത്താലും 456 ആകും എന്നുള്ളതാണ്. 4 100 രൂപ, 5 10 രൂപ, 6 1 രൂപ കോയിന്, അങ്ങനെ 456 ആക്കാം. പിന്നീട് 6 100 രൂപ പ്ലസ് 8 10 രൂപ, അപ്പോൾ 600 പ്ലസ് 80 680. 5 1 രൂപ എന്ന് പറയുമ്പോൾ 5 രൂപ. 400 പ്ലസ് 9 1 റുപ്പി, അപ്പോൾ 400 പ്ലസ് 9 409 വരും. ഏതൊക്കെ രീതിയിൽ 300 ആക്കാം 300 രൂപ ആക്കാം എന്നുള്ളതാണ്. 3 100 രൂപ 300 ആണ്. 30 10 രൂപ, 15 20 രൂപ, 6 പ്രാവശ്യം 50 രൂപ എടുത്താൽ, 60 പ്രാവശ്യം 5 രൂപ എടുത്താൽ 300 1 രൂപ നാണയങ്ങളും 300 രൂപയാണ്. കോർണർ PTA വന്നവർക്ക് പഴം നൽകി. 1 കിലോ പഴത്തിന് 50 രൂപ. അപ്പോൾ 6 കിലോ ആണ് വാങ്ങിയത്, അങ്ങനെ 300 രൂപയായി. അച്ഛൻ കടയിൽ 500 രൂപ കൊടുത്തു. തിരിച്ചു കിട്ടിയത് എത്ര? അപ്പോൾ അത് ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ 200 രൂപ തിരിച്ചു കിട്ടി. 3 ഡിഫറൻറ്റ് തരം നോട്ടായിട്ടാണ് കിട്ടിയത്. അപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും ആ നോട്ട് കിട്ടിയെന്നുള്ളതാണ്. 50 രൂപ 3 പ്രാവശ്യം, അപ്പോൾ 150 ആയി. പിന്നീട് 20 രൂപ 2 പ്രാവശ്യം, അപ്പോൾ 190 ആയി. പിന്നീട് 10 രൂപയുടെ ഒരു നോട്ട്, അപ്പോൾ 200. ബാലൻസ് 200 കിട്ടിയത് 4 തരം നോട്ടായിട്ടാണെങ്കിൽ 100 രൂപയുടെ ഒരു നോട്ട്, 50 രൂപയുടെ ഒരു നോട്ട്, അപ്പോൾ 150. 20ൻ്റെ 2 നോട്ട് 190, 10ൻ്റെ ഒരു നോട്ട് 200. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് കൂടുതൽ നോട്ടുകൾ വെച്ചിട്ട് ഡമ്മി നോട്ട്സ് വെച്ചിട്ട് ചെയ്യേണ്ടതാണ്. ഡ്രാഗണിൽ മിസ്സിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് എഴുതാനായിട്ടാണ്. അപ്പോൾ ഇവിടെ മിസ്സിംഗ് നമ്പേഴ്സ് കൊടുക്കാം, നമ്പർ പാറ്റേൺസ് കൊടുക്കാം, ഒന്നിടവിട്ട നമ്പേഴ്സ് എഴുതാനായിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 800 മുതൽ 1000 വരെയുള്ള നമ്പേഴ്സ് ഇവിടെ ഹാൻഡിൽ ആവുന്നുണ്ട്. പിന്നീട് അവയുടെ നമ്പേഴ്സ് അക്കത്തിലും അക്ഷരത്തിലും എഴുതാനായിട്ട് ഇവിടെ കൊടുക്കാം. ഈ 900ഉം 999 ഒക്കെയാണ് കുട്ടികൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള നമ്പേഴ്സ്.
ബ്രദേഴ്സ് ഗിഫ്റ്റ് എന്നുള്ള ഇതിൽ ആ മാപ്പ് നോക്കിയിട്ട് ഏറ്റവും വലിയ നദി, ഏറ്റവും ചെറിയ നദി, ഓരോ നദികളുടെ നീളം, അതുപോലെ തന്നെ ഒരു നദിയെക്കാളിലും എത്ര കൂടുതലാണ് മറ്റേ നദിയുടെ നീളം. ഇപ്പോൾ ഏറ്റവും വലുത് ഇവിടെ തന്നിരിക്കുന്ന ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. അതിനുശേഷം മഞ്ചേശ്വരം പുഴ ചെറുത്. പിന്നീട് ഹൗ മെനി റിവേഴ്സ് ഇൻ ദ ലിസ്റ്റ് ലോങ്ങർ ദാൻ ചാലിയാർ. ചാലിയാറിനെക്കാട്ടിലും നീളം കൂടിയ നദികൾ എത്ര എണ്ണം ഉണ്ട്. അപ്പോൾ ചാലിയാറിൻ്റെ നീളം ആദ്യം കാണുക, അതിനുശേഷം മറ്റും നോക്കുക. അപ്പോൾ ഇതിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ഒപ്പം തന്നെ അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, ആരോഹണക്രമം അവരോഹണക്രമം കൂടുതൽ ആക്ടിവിറ്റീസ് നൽകേണ്ട പോർഷനാണിത്. അപ്പോൾ തന്നിരിക്കുന്നതിൽ നിന്ന് നൽകാം, അതോടൊപ്പം തന്നെ വേറെ എക്സ്ട്രാ നൽകി ചെറുതിൽ നിന്നും വലുതിലേക്ക്, വലുതിൽ നിന്നും ചെറുതിലേക്ക് എന്നുള്ള ഐഡിയ ഇവിടെ രൂപപ്പെടുത്തിയെടുക്കണം. പേജ് നമ്പർ 31 വിലയിരുത്തൽ പ്രവർത്തനങ്ങളാണ്. പാറ്റേൺ പൂർത്തിയാക്കാനുള്ള ആക്ടിവിറ്റീസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ഞാൻ ആരാണെന്ന് പറയാമോ? ഞാനൊരു രണ്ടക്ക സംഖ്യയാണ്, 2 ഡിജിറ്റ് നമ്പർ. 80ൽ കൂടുതലാണ്. ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം 10കളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ 1 കൂടുതലാണ്. ആൻസർ 89 ആണ്. വീണ്ടും ആ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാനൊരു 3 ഡിജിറ്റ് നമ്പറാണ്, 3 അക്ക സംഖ്യയാണ്. സം ഓഫ് ഡിജിറ്റ് ഈസ് 15. അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 15 ആണ്. ഒന്നുകളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ 8 കുറവാണ് 100ന്റെ സ്ഥാനത്തെ അക്കം. അപ്പോൾ കിട്ടിയ നമ്പർ 159 ആണ്. ഇവിടെ ഇത് ടോട്ടൽ ചെയ്താൽ 15 കിട്ടും. 3 അക്ക സംഖ്യയാണ്, ഒന്നുകളുടെ സ്ഥാനത്ത് 9 ആണ്, അതിനേക്കാൾ 8 കുറവാണ് 100ന്റെ സ്ഥാനത്ത് 1 വരുന്നത്. അപ്പോൾ 159 ആണ് നമ്പർ. സ്കൂൾ സ്റ്റോറിലേക്ക് 950 പെൻസിൽസ് വേണം. ഒരു ബോക്സിൽ 100 പെൻസിൽ ഉണ്ട്, അപ്പോൾ 7 ബോക്സിൽ 700 പെൻസിൽ. ഒരു പാക്കറ്റിൽ 10 പെൻസിൽ, അങ്ങനെ 6 പാക്കറ്റ് ഉണ്ട്, അപ്പോൾ 600 പെൻസിൽ. അങ്ങനെ ടോട്ടൽ 760 പെൻസിൽ ഉണ്ട്. ഹൗ മെനി മോർ ഷുഡ് ഗിവ് ടു മേക്ക് 950. അപ്പോൾ 950 ആവാൻ എത്ര എണ്ണം കൂടെ വേണം എന്നുള്ളതാണ്. അപ്പോൾ 760ൻ്റെ കൂടെ എത്ര ടോട്ടൽ ചെയ്താൽ 950 കിട്ടും എന്നുള്ളത് നോക്കാം. അപ്പോൾ 760ൻ്റെ കൂടെ 200 ടോട്ടൽ ചെയ്താൽ 960 കിട്ടും. അപ്പോൾ അതിൽ നിന്ന് 10 കുറവാണ് 950 പെൻസിൽസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ 200 നിന്നും 10 കുറച്ചിട്ട് 190 പെൻസിൽസ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഈ 950 പെൻസിലിനെ ബോക്സിലും പാക്കറ്റിലും ആക്കാനാണ്. ഒരു ബോക്സിൽ 100 എണ്ണം കൊള്ളും, അപ്പോൾ 9 ബോക്സിലാക്കാം. അപ്പോൾ 900 എണ്ണം അവിടെ ആവും. പിന്നീട് ഒരു പാക്കറ്റിൽ 10 എണ്ണമാണ്, അങ്ങനെ 5 പാക്കറ്റ് എടുത്താൽ 50 എണ്ണം ആവും. അങ്ങനെ 950. അപ്പോൾ 950 പെൻസിലും, അപ്പോൾ 9 ബോക്സിലും 5 പാക്കറ്റിലുമായിട്ട് ഫില്ല് ചെയ്യാം.